ഏറെ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ അരിയിൽ ഷുക്കൂർ വധക്കേസിൽ നിന്ന് വിടുതൽ നേടാനുള്ള പി ജയരാജന്റെ നീക്കത്തിനാണ് വലിയ തിരിച്ചടിയുണ്ടായത്. ആശുപത്രിയിൽ കിടന്ന് ഗൂഢാലോചന നടത്തിയെന്ന സിബിഐയുടെ കേസാണ് ജയരാജനും ടി വി രാജേഷും ചോദ്യം ചെയ്തത്. കേസിൽ നിന്ന് വിചാരണ കൂടാതെ വിടുതൽ നേടാമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇരുവരും. പക്ഷേ പ്രത്യേക സിബിഐ കോടതി ഇത് അനുവദിച്ചില്ല. ഗൂഢാലോചന കുറ്റം ചുമത്താൻ തെളിവില്ലെന്ന പ്രതികളുടെ വാദം കോടതി നിരാകരിച്ചു. ഇരുവർക്കുമെതിരെ വിചാരണ നടത്താൻ മതിയായ തെളിവുകളുണ്ടെന്നും വിടുതൽ നൽകാൻ കഴിയില്ലെന്നുമാണ് സിബിഐ പ്രത്യേക ജഡ്ജിയുടെ ഉത്തരവ്. CPM നേതാക്കൾക്ക് വിടുതൽ നൽകുന്നതിനെ എതിർത്തുകൊണ്ട് കൊല്ലപ്പെട്ട ഷുക്കൂറിന്റെ അമ്മ ആത്തിക്കയും കോടതിയെ സമീപിച്ചിരുന്നു. പി ജയരാജനും ടി വി രാജേഷും ഗൂഢാലോചനയിൽ പങ്കാളികളായതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്നായിരുന്നു സിബിഐയുടെ നിലപാട്. ജയരാജനെ ആക്രമിച്ചതിനുള്ള പ്രതികാരമാണ് ഷുക്കൂറിന്റെ കൊലപാതകം. തളിപ്പറമ്പിലെ സഹകരണ ആശുപത്രിയിൽ പി ജയരാജന്റെ മുറിയിലാണ് ഗൂഢാലോചന നടന്നത്. ജയരാജൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ നിയമപോരാട്ടം തുടരുമെന്ന് ഷുക്കൂറിന്റെ കുടുംബം പ്രതികരിച്ചു. ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ്. പി ജയരാജന് കേരളത്തിലെ ജനത, കേരളത്തിലെ വോട്ടർമാര് രാഷ്ട്രീയ ശിക്ഷ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ മുന്നിലുള്ളത് നിയമപരമായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള പോരാട്ടമാണ്. ആ പോരാട്ടം തുടരും. അതേസമയം വിചാരണ കോടതി ഉത്തരവ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാനാണ് പി ജയരാജന്റെയും ടി വി രാജേഷിന്റെയും തീരുമാനം. കോടതി ഉത്തരവ് പുറത്തു വന്ന ശേഷം തുടർ നടപടികൾ ഉണ്ടാകും. 2012 ഫെബ്രുവരി 20-നാണ് അരിയിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തുന്നത്. അന്ന് കണ്ണൂരിലെ CPM ജില്ലാ സെക്രട്ടറിയായിരുന്നു പി ജയരാജൻ. ജയരാജന്റെ വാഹനം ആക്രമിച്ചതിന്റെ പ്രതികാരമായാണ് ഷുക്കൂറിനെ കൊലപ്പെടുത്തിയതെന്നാണ് കുറ്റപത്രം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.